ഇന്ന് എനിക്ക് തന്നിട്ടുള്ളതായ വിഷയം 18 പുരാണങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭാഗവതത്തിലെ 5-ാമത്തെ സ്കന്ധമാണ്. തമസോമ ജ്യോതിർഗമയ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നമ്മുടെ ഭാരത ദർശനങ്ങൾ തന്നെ വേദങ്ങളാണ്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. വിജ്ഞാനമാണ് നമ്മുടെ ഭാരത സംസ്കാരം. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളിൽ വച്ച് ഇന്നും മുൻപന്തിയിൽ എത്തിച്ചേരാനും എത്തി നിൽക്കാനും സാധിക്കുന്നത് നമ്മുടെ പൈതൃകങ്ങളാകുന്ന, പ്രമാണങ്ങളാകുന്ന 2 ഇതിഹാസങ്ങളും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അനേകം ഉപനിഷത്തുക്കളും വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകളാണ്, ഭണ്ഡാരങ്ങളാണ്. വിദ് എന്ന ധാതുവിൽ നിന്ന് വേദമെന്ന വാക്കുണ്ടായി. വേദമെന്നാൽ അറിവിൻ്റെ ഭണ്ഡാരം. അപ്പോൾ ആ 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് 18 പുരാണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ലെങ്കിലും ആ 18 പുരാണങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ കൊണ്ട് മദ്വയ, ഭദ്വയ, ഭത്രയ, വചതുഷ്ടയ, അനാപലിംഗക്കു സ്ക പുരാണാനി പൃഥക് പൃഥക്. 18 പുരാണങ്ങൾ ഞങ്ങളെപ്പോലെയൊക്കെയുള്ളവർക്ക് സപ്താഹവേദികളിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയണമെങ്കിൽ പ്രായം കൂടുന്തോറും ഓർമ്മശക്തി കുറയുമ്പോൾ ഈ ചെറിയൊരു ശ്ലോകം കൊണ്ട് സാധിക്കും. മദ്വയം മത്സ്യം മാർക്കണ്ഡേയം, അല്ലേ? ഭദ്വയം ഭവിഷ്യപുരാണം ഭാഗവതം. ഭത്രയം ബാലൻ, ബ്രഹ്മം ബ്രഹ്മാണ്ടം ബ്രഹ്മവൈവർത്തം. എന്നുള്ള അക്ഷരം കൊണ്ട് 4 വായുപുരാണം, വിഷ്ണുപുരാണം, ദശാവതാരത്തിലെ 2 വാമനാവതാരവും വരാഹാവതാരവും. അപ്പോൾ 2 2 4 3 7 4 11, പിന്നെ 7 വേണ്ടു. അനാബലിംഗ കൂസ്ക അഗ്നിപുരാണം, നാരദപുരാണം, പത്മപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, സ്കന്ദപുരാണം, കൂർമ്മപുരാണം. 11 7 18. ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും നല്ല 2 ഇതിഹാസങ്ങളും ചതുർവേദങ്ങളും ആ ഷഡ് ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഒരു 10 ദശ ഉപനിഷത്തുകളുടെയും നാമധേയമെങ്കിലും എപ്പോഴും കരസ്ഥമാക്കിയിരിക്കണം. ഇപ്പോൾ നമുക്ക് 5-ാമത്തെ സ്കന്ധം, ആ ഭാഗവതം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. ആ പുരാണങ്ങളെല്ലാം 10 ലക്ഷണങ്ങളെ കൊണ്ടാണ്, അല്ലേ? സർഗം, വിസർഗം, അടുത്തത് നമുക്ക് സ്ഥാനമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ആ 5-ാമത്തെ സ്കന്ധമായിട്ടുള്ള സ്ഥാനമാണ്. സ്ഥാനം, ആ ബ്രഹ്മാവ് അനേകകാലം തപസ്സനുഷ്ഠിച്ച് സൃഷ്ടികർമ്മത്തിന് തയ്യാറായി കഴിഞ്ഞപ്പോൾ തന്നെ 4 വിധത്തിലുള്ള സൃഷ്ടികൾ ചെയ്യാൻ ബ്രഹ്മാവിന് നിർദ്ദേശം ലഭിച്ചു. എവിടെ നിന്ന്? ആദിപരാശക്തിയാകുന്ന ഓം സർവചൈതന്യരൂപാം താമാധ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ആദിപരാശക്തിയാകുന്ന 64 കലകളുടെയും ശക്തിയായിട്ടുള്ള അമ്മയാകുന്ന ആദിപരാശക്തിയാകുന്ന അമ്മ. 64 കലകളും ജയിക്കാൻ പുരുഷന്മാർക്ക് സാധിക്കില്ല, സ്ത്രീകൾക്കേ സാധിക്കൂ. പുരുഷന്മാർക്ക് 63 കലകളെ പറ്റുള്ളൂ. ഒന്ന് പ്രസവമാണ്, ആ ഒരു കലകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഭാരതത്തിന്
ഭാരതാംബ സർവ അങ്ങനെയുള്ള ആദി ചൈതന്യമാകുന്ന ഒരു ചൈതന്യം ഉണ്ടായിരുന്നു എന്ന് അത്യാധുനിക നാസാ ശാസ്ത്രജ്ഞന്മാർ വരെ പറയപ്പെടുന്നു. അതിനെ ഒരു എനർജി ഉണ്ടെന്ന് അവർ പറയുമ്പോൾ നമ്മൾ പറയുന്നു ആദി ചൈതന്യം, ശക്തി. മഹാദേവന് വരെ ആ ശക്തിയോട് ചേരുമ്പോഴാണ് കർമ്മം ചെയ്യാനുള്ളതായ ശക്തി ലഭിക്കുക. ഗുരുവായൂരപ്പ. അപ്പോൾ ആ അമ്മയുടെ ശക്തി കൊണ്ട് 84 ലക്ഷം ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ 4 വിധത്തിൽ ഏതൊക്കെയാണ്? ഉദ്ഭിജം, ഭൂമി പിളർന്നുണ്ടാകുന്ന വിത്തുകൾ മുളച്ച് ഉണ്ടാകുന്ന ഉദ്ഭിജം ഒരു വിധം. 2 അണ്ടജം, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന രണ്ടാമത്തെ വിധത്തിലുള്ളതായ സൃഷ്ടി. 3 യോനിജം, പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന 3. 4 ശ്വേതജം, വിയർപ്പിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നവ. അതിന് അണ്ടം വേണ്ട, ബീജം വേണ്ട, സ്ത്രീ വേണ്ട, പുരുഷൻ വേണ്ട, ഇതൊന്നും വേണ്ട. റഷ്യൻ കടലിടുക്കുകളിൽ 6 മാസം മുമ്പ് വായിച്ചു ടെമ്പറേച്ചർ കൂടിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതായ പല ജീവികളും കാണാതായിരിക്കുന്നു. മറ്റ് ചില ജീവികൾ ഇതുവരെ കാണാത്ത സൃഷ്ടികൾ ആ കടലിലും കടലിൻ്റെ അടിയിലും ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ ആ അന്തരീക്ഷത്തിൻ്റെ വിയർപ്പിൻ്റെ ടെമ്പറേച്ചറിൽ നിന്ന് വരെ പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാകുന്നതിനെ ശ്വേതജ വിഭാഗത്തിൽപ്പെടുന്നു. ഏറ്റവും വലിയ സയൻസാണ്. ഭാഗവതം ഇത് തന്നെയാണ് പറയുന്നത്. ഭാഗവതം ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം ഗുരുവായൂരപ്പ അങ്ങനെ 4 വിധത്തിലുള്ള സൃഷ്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം തന്നെ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തിൽ നിന്നും അവയവങ്ങളിൽ നിന്നൊക്കെ സൃഷ്ടികൾ നടത്തി. സനകാദികളെയും രുദ്രന്മാരെയും ആ 10 ഋഷിമാരെയും സപ്തർഷികളെ എന്ന് വേണ്ട ഈ സൃഷ്ടികളെല്ലാം കർദമൻ മുതലായ ഇതിലൊന്നും തൃപ്തി വരാതെ വീണ്ടും ഒരു സൃഷ്ടി പെട്ടെന്ന് വരണമെങ്കിൽ, നടക്കണമെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും വേണമെന്ന് അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് ആ അമ്മയാകുന്ന ആദിപരാശക്തിയുടെ ജ്ഞാനം ഉണ്ടായി. അപ്പോഴാണ് ആ അമ്മയുടെ അനുഗ്രഹത്താൽ തോന്നിച്ചു. അങ്ങനെയാണ് സ്വയംഭൂ മനു എന്ന പുരുഷനും ആ ശതരൂപ എന്ന സ്ത്രീയെയും സൃഷ്ടിക്കുന്നു. മനു, ശതരൂപ, അല്ലേ? എത്രയോ നല്ല പേരുകൾ. ഇന്നിപ്പോൾ നമ്മുടെ ഒരു കുട്ടി ജനിച്ചാൽ അമ്മയുടെ ആദ്യത്തെ അക്ഷരവും അച്ഛൻ്റെ അവസാനത്തെ അക്ഷരം കൂടി തെറി വിളിക്കുന്ന രീതിയിലുള്ള പേരുകൾ, അല്ലേ? ഒരു സഹസ്രനാമം നോക്കിയാൽ പോരെ? വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇതൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല പേരുകൾ കിട്ടില്ലേ? ആ ഉണ്ണി അല്പം കുസൃതിയാണെങ്കിൽ, ആ കണ്ണനെ പോലെ കുസൃതിയാണെങ്കിൽ നാമം ജപിക്കണോ ആ വീട്ടിൽ? അഷ്ടോത്തരവും സഹസ്രനാമം തന്നെ അവൻ്റെ രാമ 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 എന്ന് വിളിച്ച് ആ കുട്ടിയുടെ ഉണ്ണിയുടെ നാമധേയം വിളിച്ച് ആ വീടുകളിൽ സഹസ്രനാമം ചൊല്ലുകയാണ് ഗുരുവായൂരപ്പ. നാരായണ. അങ്ങനെ ശതരൂപ എന്നും മനുവും സൃഷ്ടികർമ്മങ്ങൾ ചെയ്തു. 3 പെൺകുട്ടികൾ ജനിച്ചു, 2 ആൺകുട്ടിയും ജനിച്ചു. ആ പെൺകുട്ടികൾ വളർന്നു. ബാല്യം, കൗമാരം, യുവത്വം. കൗമാരം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ പറയാൻ തുടങ്ങി. നമ്മുടെ വീടുകളിലൊക്കെ പറയും പോലെ തന്നെ നിങ്ങളെ എന്ത് നോക്കിയായിരിക്കണത്? കുട്ടി വളർന്നു വരുന്ന കണ്ടില്ലേ? എന്താ സമ്പാദിച്ചു വച്ചിരിക്കുന്നത്? പണ്ടൊക്കെ ഭാരതത്തിലെ ചരിത്രം കന്യാദാനം ചെയ്ത് ആ ഒരു ആൺകുട്ടിയേക്കാൾ പ്രധാനം ഒരു പെൺകുട്ടി ജനിക്കലും ആ പെൺകുട്ടിയെ ദാനം കൊടുക്കലുമാണ് കന്യാദാനം. കാരണം വീരനായ ഒരു ശക്തനായ വിവേകാനന്ദ സ്വാമികളെപ്പോലെയും ശങ്കരാചാര്യ സ്വാമിയെപ്പോലെയും ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ആ അമ്മ അനുഷ്ഠിച്ച കഠിനമായ വ്രതത്തിൽ നിന്ന് മാത്രമേ ഒരു സൽപുത്രൻ, ഒരു പ്രജ ഉണ്ടാകൂ. അപ്പോൾ ഒരു കന്യാദാനം, ആ കന്യ ചെയ്യുന്ന തപസ്സിൻ്റെ ഫലമാണ് അവന്, ആ അമ്മയ്ക്ക് ഒരു സൽപുത്രി, ഒരു സൽപുത്രൻ ജനിക്കുക.
ആഹൂതി, ദേവഹൂതി, പ്രസൂതി. ആ അമ്മ ഇവർക്ക് അനുയോജ്യനായ ധനം കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടും സമ്പത്ത് വിജ്ഞാനമാണ്, സ്വഭാവമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 3 പേർക്കും പറ്റിയതായ യുവാവിനെ, ഭർത്താവിനെ കണ്ടുപിടിക്കപ്പെടുന്നു അല്ലേ? ആ രുചി പ്രജാപതികളെ ആഹൂതിക്കും ദേവഹൂതിക്ക് താപസ്സനായ കർദമ പ്രജാപതികളെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തു കൊടുത്തു. കാരണം വിഷ്ണുവിന് തുല്യനായൊരു പുത്രൻ ആ കപിലനിൽ ജനിക്കുമെന്ന ദീർഘവീക്ഷണത്തോടുകൂടി മനു തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ദേവഹൂതിയെ ആർക്ക് കൊടുത്തു? കർദമന് കൊടുത്തു. അടുത്തതായിട്ട് ഗുരുവായൂരപ്പ പ്രസൂതിയെ ദക്ഷപ്രജാപതികൾക്ക് കൊടുത്തു. പിന്നെ 2 പുത്രന്മാർ, അവരും ബാല്യം കഴിഞ്ഞ് ആ കൗമാരത്തിലേക്ക് കടന്നു. ഉത്താനപാദനും പ്രിയംവ്രതനും. ഉത്താനപാദന് രാജ്യം ഏൽപ്പിച്ചു. ആദ്യം വിവാഹം കഴിക്കപ്പെട്ടു. സുനീതി എന്ന് പറയുന്ന ഭാര്യയെ വിവാഹം കഴിച്ചു. കാലങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പുത്ര സൗഭാഗ്യം കിട്ടാത്തത് കൊണ്ട് എന്താ ചെയ്തത്? വീണ്ടും ഒരു വിവാഹം ചെയ്യപ്പെട്ടു. എന്തായിരുന്നു? ആരായിരുന്നു അത്? സുരുചി. ആ പേരിൽ തന്നെ കാണാം. 2 പുത്രന്മാർ ജനിച്ചപ്പോൾ 2 പുത്രന്മാർ ജനിച്ചു. ആ സുരുചിയിലുണ്ടായ പുത്രൻ ആ പേര് പോലെ തന്നെ ഭോഗസുഖങ്ങളിലും അഹങ്കാരത്തിലും വളർന്നു. സുനീതിയിലുണ്ടായ കുട്ടി ആ പേരുകൊണ്ട് പോലെ തന്നെ പവിത്രനായി തീർന്നു. ആ ധ്രുവൻ എന്ന പേര്. ആ സ്ത്രീയോ പുരുഷനോ പൂർണ്ണ വളർച്ചയെത്താതെ ഒരു യുവാവിനോ യുവതിക്കോ അല്ലാതെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ആരാധിച്ചുകൊണ്ട് ആ ഭഗവാനെ കണ്ടെത്താം, ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താം എന്ന് തെളിയിച്ച ആരാണ്? സാക്ഷാൽ ആ ധ്രുവൻ. ആ ധ്രുവൻ അമ്മയുടെ വാക്ക് കേട്ട് തപസ്സിനായിട്ട് പോകുമ്പോൾ അർദ്ധരാത്രിയിൽ നാരദ മഹർഷി പറയുന്നു, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ദൃഢപ്രതിജ്ഞ, താൻ ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്താൻ പോകുന്നു എന്ന ദൃഢപ്രതിജ്ഞയുള്ള വാക്കുകൾ കേട്ട് അവനെ എളുപ്പം ഈശ്വരനെ ലഭിക്കാനുള്ള മാർഗങ്ങളും മന്ത്രോപദേശങ്ങളും നാരദ മഹർഷിയിൽ നിന്ന് കിട്ടിയപ്പോൾ അല്ലേ ആ സുന്ദരമായി തപസ് ചെയ്യാൻ പറ്റിയതായ സ്ഥലവും എല്ലാം നദിയുടെ തീരത്ത് കാണിച്ചു കൊടുത്തു. അതേപോലെ 6 മാസത്തിനുള്ളിൽ തന്നെ തപസ്സനുഷ്ഠിച്ച് ഗരുഡാരൂഢനായിട്ടുള്ള ആ ഭഗവാൻ വന്ന് തൻ്റെ കയ്യിലെ ഭഗവാൻ മുമ്പിൽ ഇരുന്നിട്ട് പോലും കാണാത്തത് കൊണ്ട് തൻ്റെ കയ്യിലുള്ളതായ ശംഖുകൊണ്ട കവിളിലൊന്ന് സ്പർശിച്ചപ്പോൾ അസ്പഷ്ടം ദിഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. സാക്ഷാൽ സത്യമായിട്ടുള്ള ബ്രഹ്മത്തെ ആർക്ക്? നഗ്നനേത്രം കൊണ്ട് കാണാനുള്ള ഭാഗ്യം ബാലനായ ആർക്കുണ്ടായി? ധ്രുവനുണ്ടായി. ഗുരുവായൂരപ്പ ആ ധ്രുവവംശത്തെ അങ്ങനെ പറയുന്നുണ്ട്. അവസാനം പ്രചേതസ്സുകളും ശിവഭക്തന്മാരുമായിട്ട് വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര ചെയ്തു എന്നും ഗുരുവായൂരെത്തിയെന്നും ആ ഗുരുവായൂരിൽ കാണുന്ന കുളവും അതേപോലെ തന്നെ മമ്മിയൊരു ശിവക്ഷേത്രമൊക്കെ അവർ ഭജിച്ചിരുന്നതാണ് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. നാരായണീയത്തിലെ വനമാല ഗ്രന്ഥത്തിൽ അതിൽ നമുക്കുള്ള ചില ചൂണ്ടിക്കാട്ടലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗുരുവായൂരപ്പ അങ്ങനെ ആ ധ്രുവവംശത്തെ പറ്റി. അതിനുശേഷം പ്രിയംവദൻ ആ ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് ആ യുവത്വത്തിലേക്ക് കടന്നു. യുവാവായി മറ്റുള്ളവരെ പോലെ കുട്ടിക്കാലത്ത് തന്നെ ആ സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ആ ബ്രഹ്മാവിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രിയംവ്രതനുണ്ടായിരുന്നു. പ്രിയംവ്രതനോട് പറഞ്ഞു, വിവാഹം കഴിക്കാൻ ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കടന്നു. ആ സമയത്ത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് തയ്യാറെടുക്കാനായിട്ട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈശ്വരനെ ഭജിച്ച് ഇനിയുള്ള കാലം
ഈശ്വര ഭജനമാണ് എനിക്ക് ആ വിവാഹ ജീവിതത്തേക്കാൾ ഏറ്റവും എനിക്ക് ഇഷ്ടം ആ ഭഗവാനെ തപസ്സനുഷ്ഠിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ നാരദ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നു. നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് നാരദ മഹർഷിയുമായി അല്ലേ സത്സംഗം കൊണ്ട് കിട്ടുന്ന സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അല്ലേ, ആ സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ, മുക്തി, മോക്ഷം. നമുക്ക് ആ മുക്തി ലഭിക്കണമെങ്കിൽ സജ്ജനങ്ങളുമായിട്ട് വേണം സംസർഗം ചെയ്യാൻ. ഒരിക്കലും എന്താണ് ആ ദുഷിച്ചതായ കൂട്ടുകെട്ടുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്ന പോലെ ആ വെട്ടാളനെ പോലെ നാം എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് മനസ്സിൽ വിചാരിക്കുന്നുവോ അതായിത്തീരുമെന്ന് പറയുന്ന പോലെ ആ ദുസ്സംഗമായിട്ട് കൂട്ടുചേർന്നാൽ നാം ആ രൂപത്തിലേക്ക് നമ്മുടെ സ്വഭാവം മാറിത്തീരും. ആ നാരദ മഹർഷികൾ വേണ്ട ജ്ഞാനം ഏതൊക്കെയാണ് സത്യമായിട്ടുള്ള കാര്യം എന്നുള്ളത് ആ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. മോക്ഷസ്യ ഹേതു പ്രഥമോ നിഗദ്ധ്യതേ, മോക്ഷത്തിനുള്ളതായ ഹേതു എന്തൊക്കെയാണ് മോക്ഷം ലഭിക്കാൻ വേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുന്നു? ആ നാരദ മഹർഷികൾ ആ പ്രിയംവദന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാരായണ, വൈരാഗ്യം അത്യന്തം അനിത്യ വസ്തുവും. വൈരാഗ്യമാണ് ഉണ്ടാക്കേണ്ടത്. അയൽവക്കത്തുള്ളവരോ ബന്ധുമിത്രാദികളോടോ അല്ല. നമ്മളെ ആ കാമക്രോധ ലോഭമോഹ മതമത്സരാദികളിൽ നമുക്ക് എന്തു വേണം? വൈരാഗ്യം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. കാമനകളെ നമുക്ക് താൻ ആരാണ്, തൻ്റെ ധർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വധർമ്മത്തെ അനുഷ്ഠിക്കാനുള്ള ശക്തിയും ജ്ഞാനവും ലഭിക്കണമെങ്കിൽ ഈശ്വര കടാക്ഷം തന്നെ വേണം. അപ്പം അതുകൊണ്ട് ഏതാണ് മോക്ഷത്തിന് ഹേതുവായിട്ടുള്ള കർമ്മമേത്? കർമ്മണോഹ്യ ബോധവ്യം, ബോധവ്യഞ്ച വികർമ്മണ. കർമ്മമേതാണെന്നും അകർമ്മമേതാണ് എന്നുമുള്ളതായ ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് സിദ്ധികളും ആ ശാന്തിയും ലഭിക്കൂ എന്ന് നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് ആർക്ക് പഠിക്കാൻ പറ്റി? സാക്ഷാൽ ആ പ്രിയംവദന് പഠിക്കാനായിട്ട് പറ്റുന്നു. നാരായണ, ആ പ്രിയംവ്രതൻ അതനുസരിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ ജ്ഞാനാദി ഗുണങ്ങൾ തൻ്റെ പൂർവികരായിട്ടുള്ള അച്ഛനിൽ നിന്നും മുതുമുത്തച്ഛനിൽ നിന്നുമുള്ളതായ എല്ലാ പൂർവ അറിവുകളും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്ഷമയാണ് ഈ ലോകത്തിലേക്ക് വച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം. ആ ക്ഷമ കൊണ്ട് മാത്രമേ, ക്ഷമാശീലം തപോ നാസ്തി, ക്ഷമയാണ് നമ്മളെ ആ ഈശ്വരനിലേക്ക് ചേർത്ത് നിർത്തുന്നത്. ക്ഷമയുണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരൂ. അതുകൊണ്ട് നാം എന്തു വേണം? ക്ഷമാശീലം സകല ജീവിതത്തിൽ ഓരോ പദം, ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെപ്പറ്റി ആ മനനം ചെയ്ത് ചിന്തിച്ച് വിലയിരുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്ന് ആ നാരദ മഹർഷിയിൽ നിന്നും പഠിച്ചതായിട്ടുള്ള പ്രിയംവ്രതൻ വേണ്ടതുപോലെ തന്നെ എല്ലാ ജ്ഞാനവും നേടി എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. നമ്മുടെ ഇച്ഛ കൊണ്ട് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താണ് പറ്റുക? നമുക്ക് ഈ ലോകത്ത് ഈശ്വരൻ്റെ ഇച്ഛ എന്താണോ അത് മാത്രമേ. അതുകൊണ്ടാണ് നാം എന്ത് പറയുമ്പോഴും യഥേച്ഛസി തഥാ ഗുരു, അല്ലയോ ഭഗവാനെ. നമ്മൾ പോയി നടക്ക നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ പേരക്കുട്ടി +2 എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ മുഴുവൻ കാര്യങ്ങളൊന്നും പറയണ്ട. ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന് കൈ തൊഴുത് അല്ലേ, നമ്രാണാം സന്നിധൽസേ സതതമഭി, ആ നാരായണീയം പറയുന്നു. ആ കൈ കൂപ്പിക്കൊണ്ട് സ്ത്രീകൾ, അമ്മമാർ പഞ്ചനമസ്കാരം ചെയ്തുകൊണ്ട്, പുരുഷന്മാർ ഭക്തന്മാർ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട്, ആ ദണ്ഡ നമസ്കാരം ചെയ്താൽ
നമ്രാണാം സന്നിധൽസേ സതതമഭി അനഭ്യർത്ഥിതാൻ. ഒന്നും ഭഗവാനോട് ചോദിക്കണ്ട. ആ ഭഗവാൻ ഒന്നും ചോദിക്കാതെ അനഭ്യർത്ഥിതാൻ അർത്ഥാൻ കാമാൻ. ധനം വേണോ, കാമനകൾ വേണോ, ആഗ്രഹങ്ങൾ വേണോ, ധനം വേണോ, സമ്പത്ത് വേണോ, എന്തു വേണമെങ്കിലും ആ ഭഗവാൻ 100 കിലോ സ്വർണം ചോദിച്ചോളൂ, ആ ഭഗവാൻ തരും. പക്ഷേ അത് നമ്മൾ എടുത്തുകൊണ്ട് പോകണം. അവിടെ നിന്ന് എടുത്ത് നമുക്ക് ഉയർത്താൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, താൻ ആര്, തൻ്റെ ധർമ്മം എന്ത്, തനിക്ക് അർഹതപ്പെട്ടത് എന്ത് എന്ന ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ശാന്തി ലഭിക്കും. എവിടെയും നമുക്ക് ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകും. മാത്രമല്ല, തപസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും ഒന്നും നമുക്കിവിടെ ഒന്നും നേടാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ വ്രതാനുഷ്ഠാനത്തോടു കൂടി, പ്രാർത്ഥനയോടുകൂടി സൽക്കർമ്മങ്ങൾ ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം മതി, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്ന ആ ഒരു നല്ല കാര്യങ്ങൾ ആരിൽ നിന്ന്? സാക്ഷാൽ നാരദ മഹർഷിയിൽ നിന്ന് പ്രിയംവദന് പഠിക്കാനായിട്ട് സാധിച്ചു. ഇത് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ സാക്ഷാൽ പിതാവ്, പിതാക്കന്മാരായിട്ടുള്ള ബ്രഹ്മദേവൻ തന്നെ ആരോട് വരുന്നു? സാക്ഷാൽ പ്രിയംവദൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബ്രഹ്മോപദേശം പോലെ തന്നെ കൊടുത്തു. എന്താണ്? നീ ചതുരാശ്രമങ്ങൾ, മനുഷ്യജീവിതം സമ്പൂർണ്ണമാകണമെങ്കിൽ ബ്രഹ്മചര്യം, കാർക്കസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തോടു കൂടി നമ്മളെപ്പോലെ തന്നെ ഈശ്വരഭക്തന്മാരായിട്ടുള്ള പ്രജകളെ കൂടി സൃഷ്ടികർമ്മം ചെയ്തുകൊണ്ട് ആ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചുകൊണ്ട് ആ നല്ല പ്രജകളെ ഭൂമിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് വേണ്ടതായ ഈശ്വരോപാസനയോടുകൂടിയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അതിനുശേഷം എല്ലാ ധർമ്മങ്ങളും അവരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് വാനപ്രസ്ഥത്തിലേക്കോ സന്യാസത്തിലേക്കോ പോകാവുന്നതാണ്. അപ്പോൾ മാത്രമേ ധന്യമാകൂ എന്ന് ആരോട് പറയുന്നു? പ്രിയംവദനോട് പറഞ്ഞു. അപ്പോഴാണ് വിവാഹ ജീവിതത്തിൽ ആ സ്ത്രീയെ പോറ്റണം, കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈശ്വരോപാസനയുടെ സമയം കുറയില്ലേ എന്ന് ചോദിക്കുമ്പോഴും എന്താണ്? ഇതെല്ലാം ഈശ്വരീയമായ, ഈശ്വരനെ കണ്ടിട്ടുള്ള, ഈശ്വരനെ ഉപാസിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ഭാരമായി തീരില്ല. ലോകം നിലനിൽക്കണമെങ്കിൽ ഗൃഹസ്ഥാശ്രമം അത്യാവശ്യമാണ് എന്ന് സാക്ഷാൽ ബ്രഹ്മ ഉപദേശം അനുസരിച്ച് തന്നെ ആ പ്രിയംവദൻ വിവാഹത്തിന് തയ്യാറാകുന്നു. നാരായണ. ആ സമയത്ത് തനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കുട്ടിയെ നമുക്ക് അവർക്ക് കണ്ടെത്തേണ്ടതുണ്ട്. നാരായണ 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 നാരായണ. ഓം നമോ. വിശ്വകർമാവിൻ്റെ പുത്രിയായിട്ടുള്ള ആ ബർഹിഷ്മതിയെ ആ വിവാഹം കഴിക്കപ്പെടുന്നു. നാരായണ. ആ ഗൃഹസ്ഥാശ്രമ ജീവിതം ആ പിതാവിൻ്റെ ആജ്ഞയാണ്. അപ്പോൾ ആ സമയത്ത് തള്ളിക്കളയാൻ പറ്റില്ല, അല്ലേ? പിതാവ് എന്ന് പറയുന്നത് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. മാതാവ് കാണപ്പെട്ട ഈശ്വരിയാണ്, പിതാവ് കാണപ്പെട്ട ഈശ്വരനാണ്. നമ്മളെ ഈ ഭൂമിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി തൻ്റെ കുലത്തിലൊരു ഉത്തമനായ പ്രജയുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാര്യ ഭർത്താക്കന്മാർ വ്രതമെടുത്തുകൊണ്ട് ഗ്രാമദേവനെ പൂജിച്ച ഘൃതം സേവിച്ച് തനിക്കൊരു പ്രജ ഉണ്ടാകുന്നത് ആണായാലും പെണ്ണായാലും എന്തു വേണം? ഈശ്വരന് തുല്യമായൊരു പുത്രനെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടുകൂടി കുടുംബജീവിതം നയിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടി എങ്ങനെയായിരിക്കും? ആ അച്ഛനും അമ്മയ്ക്കും ആ വീടിനും ആ കുലത്തിനും ആ ഗ്രാമത്തിനും രാഷ്ട്രത്തിനും ഉതകുന്ന ഉത്തമ പുത്രനോ പുത്രികയായി ജനിക്കണമെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. ഇന്നങ്ങനെയാണോ? അഭക്ഷ്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ടും മറ്റു വിധത്തിലുള്ളതായ പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ആ കുടുംബജീവിതം നയിക്കും. അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ
അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ ഒരു ദിവസം ഭാര്യയുടെ വീട്ടിലും ഒരു ദിവസം ഭർത്താവിൻ്റെ വീട്ടിലേക്കും പോകും. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ATM കാർഡുമായിട്ട് അങ്ങനെ കറങ്ങും 2-3 മാസം. 5 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന് രണ്ടുപേരും തീരുമാനമെടുത്തുകൊണ്ട് ആ ഹോട്ടലുകളിൽ നിന്ന് അഭക്ഷ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ചത്തതും ചീഞ്ഞതും വേവിച്ചതും കറി മസാല ചേർത്തും കഴിച്ച് അങ്ങനെ ജീവിതം കഴിക്കും. ആ സമയത്ത് അവരറിയാതെ അവരിൽ ആ ഒരു കുട്ടി വളരുന്നു. 2-3 മാസം കഴിയുമ്പോൾ ഛർദിയും രോഗങ്ങളുമായിട്ട്, മഞ്ഞപ്പിത്തവും പല രോഗങ്ങളുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് എന്ത് സംഭവിച്ചു? ഈ വധുവിൻ്റെ ഉദരത്തിലൊരു കുട്ടി വളരുന്നു. ആ മാതാപിതാക്കൾ, ആ അച്ഛനും അമ്മയും ഇരുന്ന് ചിന്തിക്കും, 5 വർഷം കഴിഞ്ഞിട്ട് കുട്ടുമതി എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയെ എന്തു വേണം? ആ ഓരോ ദിവസവും കിടന്ന് ചിന്തിച്ച് അങ്ങനെ തീരുമാനമെടുക്കും. എന്താണ്? രഹസ്യമായി ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ പോയിട്ട് 10, 1, 2 ലക്ഷം രൂപ രഹസ്യമായി കൊടുത്തുകൊണ്ട് തൻ്റെ ഉദരത്തിൽ വളരുന്ന ആ ഉണ്ണിയെ മൂർച്ചയുള്ള കത്രിക കൊണ്ട് എങ്ങനെയാണോ വാഴയില മുറിക്കുന്ന പോലെ കഷ്ണം കഷ്ണമായി മുറിച്ചുകൊണ്ട് ആ ഉണ്ണിയെ, ആ പ്രജയെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അല്ലേ? ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടി വേണമെന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടാവുമോ? കുട്ടി ഉണ്ടാവില്ല. 10 വർഷം കഴിഞ്ഞു. ഭാഗവത സപ്താഹ വേദികളിൽ പല സ്ഥലത്തും ചെറുപയർ നിറച്ചുകൊണ്ടും ഞങ്ങൾ ചോദിക്കും, എത്ര വർഷമായി? 10 വർഷമായി, 8 വർഷമായി. അവരോട് ഇപ്പം ഞാൻ അത് പല രീതിയിലും പലരുമായിട്ട് യജ്ഞത്തിന് ഇരിക്കുന്ന സമയത്ത് എന്തും നമുക്ക് അവർ ചോദിച്ചാൽ മറുപടി പറയുന്നത് സത്യമായിരിക്കും. ഞാൻ പറയും, ഇതിനു മുമ്പ് കുട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് രക്തത്തിന് തുല്യമായിട്ടുള്ള കണ്ണുനീർ കീഴ്പോട്ട് വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ പിതാവ് വ്രതാനുഷ്ഠാനത്തോടു കൂടി, പ്രാർത്ഥനയോടുകൂടി ഉണ്ടാകുന്ന ആ കുടുംബജീവിതത്തിൽ ആ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പിതാവ് പിതൃദേവോഭവ, കാണപ്പെട്ട ഈശ്വരൻ തന്നെയാണ്. മാതാവ് 10 മാസം ചുമന്ന് പ്രസവിച്ച്, അല്ലേ, 10 മാസം ചുമന്ന്, വിവേകാനന്ദ സ്വാമികൾ പറയും 10 കിലോ ഭാരം വയറ്റത്ത് കെട്ടിവെച്ച് 5 കിലോമീറ്റർ നടന്ന് തിരിച്ചു വരൂ. വയറിൻ്റെ പുറത്താണ് കേട്ടോ. അകത്ത് അതേപോലെ ഭാരം കിടന്ന് ആ 10 മാസം ചുമന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് എന്താ കൊടുക്കുക? അമ്മയുടെ രക്തം മുലപ്പാൽ രൂപത്തിൽ നുകർന്ന് കൊടുത്തുകൊണ്ട് അരോഗതയുടെ ഗാത്രമായ ഒരു ശരീരം തരുന്ന മാതാവ് കാണപ്പെട്ട ഈശ്വരിയാണ്. അങ്ങനെ ആ പിതാവിൻ്റെ ആജ്ഞയെ മനസാ വാചാ കർമ്മണ ആ അമ്മ ജന്മം നൽകി. ശങ്കരാചാര്യസ്വാമികളുടെ മാതൃപഞ്ചകത്തിൻ്റെ ആദ്യ ശ്ലോകമെങ്കിലും അസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യത, ആ അമ്മ അനുഭവിച്ചതായ യാതനകൾ, അതേപോലെ തന്നെ ഗർഭഭാരം ചുമന്ന് 3 വയസ്സുവരെയുള്ള കാലഘട്ടത്ത് സ്വന്തം രക്തത്തെ മുലപ്പാൽ രൂപത്തിൽ നുകർന്നു കൊടുത്ത അരോഗതയുടെ ഗാത്രമായ ഒരു ശരീരം തരുന്ന ആ മാതാവിൻ്റെ പാദം തൊട്ട് വന്ദിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ആചാരങ്ങളിൽ മാതൃദേവോഭവ, സ്ത്രീകൾ അമ്മയാണ്. ഭാര്യ ഒഴിച്ച് മറ്റുള്ളവർ അമ്മമാരായി കാണാൻ, അതുകൊണ്ടാണ്, പാഠ്യവിഷയമാക്കാത്തത് കൊണ്ടാണ് ഇന്ന് നടക്കുന്ന ഈ കുട്ടികളുടെ നേർക്കും അമ്മമാർക്ക് നടക്കുന്ന ഈ പീഡനങ്ങൾ മുഴുവൻ നടക്കാൻ കാരണം ഇതേപോലെയുള്ള എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന വേദവാക്യം നടപ്പിലാക്കാൻ അത് പാഠ്യവിഷയമാക്കാത്തത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് അവരെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വേണ്ടത്, അല്ലേ, ഏതാണ് അകർമ്മം, കർമ്മമേത് അകർമ്മമേത് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത 190 വർഷം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും ഇന്ത്യ ഭരിച്ചു പോയിട്ടും അവർ അന്ന് എഴുതി വെച്ച ആ വിദ്യാഭ്യാസ രീതി തന്നെ ഇന്നും തുടരുന്നത് കൊണ്ടാണ് ഇന്നും നമുക്കൊരു മോചനം കിട്ടാത്തത്.
നമ്മുടെ വേദശാസ്ത്രങ്ങളിലുള്ള ശാസ്ത്രം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഋഷീശ്വരന്മാരെ മുൻനിർത്തിക്കൊണ്ടുള്ള പാഠ്യപദ്ധതികൾ എന്ന് നമ്മൾ തയ്യാറാക്കുന്നുവോ, എന്ന് നമ്മളത് പഠന വിഷയമാക്കുന്നുവോ, മേധസ്വരാഷ്ട്രം നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കുതിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ, ഈ ഭാഗവതത്തിൽ അടങ്ങിയിരിക്കുന്ന സത്തിനെ മനസ്സിലാക്കുമ്പോൾ പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കും പോലെ ആ കടഞ്ഞെടുത്ത് നമുക്ക് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഗുരുവായൂരപ്പ അങ്ങനെ ആ പ്രിയംവ്രതൻ വിവാഹം കഴിച്ചു. അതിൽ 10 പുത്രന്മാർ അവർ ജനിച്ചു. അവരിൽ ആ 10 പുത്രന്മാരിൽ 3 പേരും നാരദ മഹർഷിയെപ്പോലെയുള്ള ആധ്യാത്മിക ജ്ഞാനം നേടിക്കൊണ്ട് താപസന്മാരായിട്ട് മാറി. ബാക്കിയുള്ള 7 പേര്, ആ 7 പേർക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ആ ഇരുട്ടിനെ ആഗ്രഹിക്കാത്ത പ്രിയംവ്രതൻ സൂര്യരഥത്തിന് തുല്യമായൊരു രഥമുണ്ടാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ അങ്ങനെ ഓടിച്ചു എന്നാണ് പറയണത്. ആ രഥം ഓടിച്ചപ്പോൾ ആ രഥത്തിൻ്റെ ചക്രം കൊണ്ട് അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടാകുകയും ഭൂമി 7ആയിട്ട് ആ ഗർത്തങ്ങളിൽ കൂടെ കടലിടുക്കുകളായിട്ട് മാറിയെന്നും 7 വൻകരകളായിട്ട് ഭൂഖണ്ഡങ്ങളായിട്ട് തിരിഞ്ഞു എന്നും പറയപ്പെടുന്നു. ആ 7 ഭൂഖണ്ഡങ്ങൾ 7 പുത്രന്മാർക്ക് കൊടുത്തു എന്നാണ് പറയണത്. നാരായണ ആ 7 പുത്രന്മാർ ആ ഭൂഖണ്ഡങ്ങൾ ഭരിക്കാനായിട്ട് തുടങ്ങി. നാരായണ നാരായണ. ആ ദ്വീപുകൾ ജംബുദ്വീപം, പ്ലക്ഷദ്വീപം, ശാൽമലി ദ്വീപം, കുശദ്വീപം, ക്രൗഞ്ചദ്വീപം, ശാകം, പുഷ്കരം മുതലായിട്ടുള്ള ആ 7 ദ്വീപുകൾ, ആ ദ്വീപുകളുടെ അന്നത്തെ നാമധേയം ആണ് അത്. ഇന്ന് ആ ജംബുദ്വീപ് എന്ന് പറഞ്ഞാൽ ഏഷ്യ ഭൂഖണ്ഡമാണ്. പ്ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കയാണ്. ശാൽമലി എന്ന് പറഞ്ഞാൽ ആസ്ട്രേലിയയാണ്. അതേപോലെ കുശദ്വീപ് എന്ന് പറയുന്നത് യൂറോപ്പാണ്. ക്രൗഞ്ചദ്വീപ് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ശാകദ്വീപ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. പുഷ്കരദ്വീപ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയാണ്. അപ്പോൾ 7 കടലിടുക്കുകളിലൂടെ ആ 7 വൻകരകളായിട്ട് മാറുകയും 7നും പേരുകൾ അന്ന് കൊടുത്തെങ്കിലും ഇന്ന് അതിൽ ജംബുദ്വീപാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ആ ഏഷ്യ ഭൂഖണ്ഡത്തിന് ഓരോന്നിനും ഓരോ നമ്മുടെ ഋഷീശ്വരന്മാർ ചെയ്തിരിക്കുന്നു. എന്താണ്? സൂര്യനും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നതായ അണ്ഡകടാഹത്തിൻ്റെ ഓരോ ഇന്നിനും സൂര്യനിൽ നിന്ന് ഓരോ ഭൂമിയിലേക്കുള്ളതായ ദൂരവും കൃത്യമായിട്ട് ആ ഓരോ ഗ്രഹം സ്വയം തിരിഞ്ഞുകൊണ്ട് ആ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കണു എന്നും നമ്മുടെ ഋഷീശ്വരന്മാർ 10,000-കണക്കിന് വർഷങ്ങൾ മുമ്പ് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ 100-200 വർഷം മുമ്പ് ഏതെങ്കിലും വിദേശിയുടെ പേര് പറയും. ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്നു, ദേവഹൂതിയെ വിവാഹം കഴിച്ചതായ കർദമൻ അനേകകാലം തപസ്സനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ അടുത്തിരുന്നതായ ഭാര്യയ്ക്ക് ജരാനരകൾ ബാധിച്ചു. ഒരു ദിവസം കണ്ണു തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഭാര്യയെ കണ്ടു. എന്തുകൊണ്ടാണ് നിൻ്റെ യുവത്വകാലത്ത് എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ആ പറഞ്ഞത്. എന്താ? ആ ഭാര്യയ്ക്ക് ദേവഹൂതിക്ക് യുവത്വം കൊടുത്ത് 7 നിലകളുള്ളതായ ഒരു വിമാനം, ആ സൂര്യപ്രകാശവും മെർക്കുറിയും കൊണ്ട് പ്രതിപ്രവർത്തിക്കുന്ന 7 നിലകളുള്ളതായ ആ വിമാനത്തെ സൃഷ്ടിച്ചു മനോഗതം കൊണ്ട്. ഇന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനം, ആ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? മുഴുവനും പ്രവർത്തിക്കുന്നത് കരണ്ടല്ല, സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന എനർജി. ആ എനർജി കൊണ്ട് 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കർദമൻ മനോഗതം കൊണ്ടുണ്ടാക്കിയ വിമാനം ആകാശത്തേക്ക് ദേവഹൂതിയും 100-കണക്കിന് ദാസികരുമായിട്ട് പറന്നുയർന്നു എന്നും അങ്ങനെ 9 കുട്ടികൾ അന്തരീക്ഷത്തിൽ വച്ചുണ്ടായിരുന്നു. കാരണം ഏവിയേഷൻ സ്പിരിറ്റ് അടിക്കാൻ ഭൂമിയിലേക്കൊന്നും ഇറങ്ങണ്ട, സൂര്യപ്രകാശം കൊണ്ട് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് തൻ്റെ ഭാര്യയോട് പറയുന്നു,
താഴേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താഴെ കാണുന്ന ഭൂഗോളം, ആ കാണുന്നത് ഭൂഗോളമാണെന്ന് പറയുന്നു. ഗോളം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്താകൃതിയിൽ കാണുന്ന അത് ഭൂഗോളമാണ്, ഭൂമി ഉരുണ്ടതാണെന്ന് അന്ന് പറയുന്നു. മറ്റു പല രാജ്യങ്ങളും ഭൂമി ഉരുണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവരെ രാജാക്കന്മാർ കൊന്നുകളഞ്ഞു. സൂര്യനല്ല, സൂര്യനാണ് ചലിക്കുന്നത്, ഭൂമി ചലിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ആ ഭൂമി സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ, ഭാരതത്തിലുള്ള ഋഷിമാർ പറഞ്ഞു, സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഭൂമി സ്വയം തിരിഞ്ഞുകൊണ്ട് ആ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ആ സൂര്യനിൽ നിന്നുള്ള അകലം കൃത്യമായിട്ട് നാഴിക പോലെ, ഒരു നാഴിക എന്ന് പറയുന്നത് ആ 4.32 ആണ്, കിലോമീറ്ററാണ്. അതായത് 1/2 കിലോമീറ്റർ താഴെയാണ് ഒരു നാഴിക. ആ സൂര്യനിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളിലേക്കും ഉള്ളതായ ദൂരം, ഓരോ ഗ്രഹത്തിനും സ്വയം തിരിയേണ്ടതായ സമയം, ഇതെല്ലാം വിശദീകരിച്ച് പറയപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര വർഷങ്ങൾ മുമ്പ് കണ്ടുപിടിച്ച കാര്യമാണ് അല്ലേ? ആ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കാൻ ഭൂമിക്ക് 1 വർഷം വേണമെങ്കിൽ വ്യാഴമെന്ന ഗ്രഹത്തിന് 12 വർഷം വേണം. ആ സൂര്യനിൽ നിന്നുള്ള അകലമനുസരിച്ച് ഓരോ ഗ്രഹങ്ങൾക്കും ആ വേണ്ടതായ വർഷങ്ങളുടെ അകലം, വർഷങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ആ അകലം ഓരോന്നും നമുക്ക് കൃത്യമായി ഋഷീശ്വരന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നു അല്ലേ? ഇതെല്ലാം ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഭാഗവതം ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം. ആ ഭക്തി മാത്രമല്ല, ഈശ്വരഭക്തിയോടുകൂടി ശാസ്ത്രത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ്, പ്രമാണമാണ് ഭാഗവതവും ഭഗവത്ഗീതയും എന്നും പറയാൻ കാരണം. ഗുരുവായൂരപ്പ അങ്ങനെ ആ ഭൂമിയെ എന്തു ചെയ്തു? 7 ഭാഗിച്ച് 7 പുത്രന്മാർക്ക് കൊടുത്തതിന് ശേഷം ആ പ്രിയംവദൻ സാക്ഷാൽ ഈശ്വര ഉപാസനയിലൂടെ അങ്ങനെ ഭഗവത് പദത്തിലേക്ക് ചേർന്നു. തൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ആ മക്കൾക്കാണ് ആ ജംബുദ്വീപിനെ അങ്ങനെ കൊടുത്തു. ആ ജംബുദ്വീപിനെ വീണ്ടും 9 ഭാഗിച്ച് അത് ഓരോ രാജാക്കന്മാർ അത് പ്രത്യേകമായിട്ട് ആ ഭരണം നടത്തുകയാണ് ഉണ്ടായത്. ഓം നമോ ഭഗവതേ. ആ പ്രിയംവദൻ്റെ മൂത്തപുത്രനായിട്ടുള്ള അഗ്നീന്ദ്രൻ പിതൃകൽപ്പനയനുസരിച്ച് തന്നെ പ്രജകളെ സംരക്ഷിച്ചു പോന്നു. ആ പ്രജ എങ്ങനെയാണോ ശ്രീരാമൻ രാജ്യം ഭരിച്ച പോലെ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഗീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എങ്ങനെയാണോ ആ സ്വന്തം കുടുംബത്തിലെ ആളുകളെ പോലെ തന്നെ പ്രജകളെ മുഴുവനും നോക്കി സംരക്ഷിച്ചുകൊണ്ട് ആ രാജ്യം വേണ്ടതുപോലെ ഭരിക്കുകയും അവർക്ക് ആഹാരം, വസ്ത്രം, വയസ്സായവർക്ക് പാർപ്പിടം, മരുന്ന് എന്ന് വേണ്ട ഇതെല്ലാം കൊടുത്തുകൊണ്ട് ആ അർദ്ധരാത്രിക്ക് പോലും ആ സർവാഭരണ വിഭൂഷിതയായിട്ട് അതിസുന്ദരിയായിട്ടുള്ള യുവതിയായിട്ടുള്ളൊരു സ്ത്രീക്ക് ഏത് തെരുവീഥികളിലൂടെയും സുഗമമായിട്ട് നിർഭയയായിട്ട് നടന്നു പോകാൻ സാധിച്ചിരുന്നു പ്രിയംവ്രതൻ്റെയും അഗ്നീന്ദ്രൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ. അതാണ് ശ്രീരാമൻ അയോധ്യ ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവും രാജ്യം ഭരിച്ചിരുന്ന കാലത്തും ഇതൊക്കെ തന്നെയാണ് ഗുണങ്ങൾ ഉണ്ടായിരുന്നത് എന്നുകൂടി പറയപ്പെടുന്നു ഗുരുവായൂരപ്പ. അപ്പോൾ ആ ജംബുദ്വീപിനെ ഭാഗിച്ച് 9 ഭാഗിക്കുകയും തൻ്റെ മക്കൾക്ക് ഭാഗിച്ച് ഓരോരുത്തർക്കായി കൊടുത്ത് അവർ ശ്രീരാമചന്ദ്രനെ പോലെ രാജ്യഭരണം നടത്തി. ഇന്ന് നമ്മുടെ പൈതൃകങ്ങളാകുന്ന ആ ഭാഗവതവും അതേപോലെ തന്നെ 18 പുരാണങ്ങളും വേദങ്ങളും വേദശാസ്ത്രങ്ങളുമൊക്കെ ഈ ലോകത്തിന് മുഴുവനും തരുന്ന ഏറ്റവും കാഴ്ചപ്പാട് നമുക്ക് തരുന്ന ഗ്രന്ഥങ്ങളാണ് നമുക്ക് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല, നാരായണ സനാതനധർമ്മത്തിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്
ഈ ഭാഗവതത്തിൻ്റെയും രാമായണത്തിൻ്റെയും അതേപോലെ നാരായണത്തിൻ്റെയും ജപം കൊണ്ട് ഓരോ ഗ്രാമക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള ഈശ്വരനാമജപം ആയിരക്കണക്കിന് അമ്മമാരും കുട്ടികളും എന്നുവേണ്ട ഭക്തരും ആ നാരായണ ജപിച്ചുകൊണ്ടും വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ഇന്ന് ലോകത്തെവിടെയും സനാതനധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കാണാനായിട്ട് സാധിക്കും. ഈശ്വര വിശ്വാസത്തിൻ്റെ നേട്ടങ്ങൾ 3.5 കോടിയിലധികം NRI ആളുകൾ ഈ ഭാരതത്തിന് പുറമെ സനാതനധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നാരായണ ജപിച്ചുകൊണ്ട് അവർ സ്വധർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ 13 രാഷ്ട്രങ്ങളിലൂടെ ഏറ്റവും ഉയർന്ന തലപ്പത്തിലിരിക്കുന്ന പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പ്രധാനമന്ത്രിയായിട്ട് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ ജപിക്കുന്ന ഈശ്വരനാമം ജപിക്കുന്ന ഭാരതീയരായിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഭാരതത്തിൽ നമുക്കൊരു ഹിന്ദുവായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതും ഹിന്ദു സനാതന ധർമ്മത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നതും ആ പ്രമാണങ്ങളെ പഠിക്കാനും മറ്റുള്ളവർക്ക് അധ്യയനം ചെയ്തത് അധ്യാപനം ചെയ്യാൻ നമുക്ക് സാധിക്കാനും ഇതേപോലെയുള്ള മഹാസത്രങ്ങൾ ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്നു, ഗീതായജ്ഞങ്ങൾ നടക്കുന്നു, നാരായണീയ സത്രങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ തുറവൂര് സത്രം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. തുറവൂര് നടക്കുന്നതായിട്ടുള്ള സത്രത്തിൽ 7 ദിവസം അവിടെയായിരുന്നു. അതേപോലെ ഈ ഭാഗവതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അടുത്ത 50 കൊല്ലത്തിനുള്ളിൽ വരാൻ പോകുന്ന സംസ്കൃത ഭാഷയുടെ കമ്പ്യൂട്ടർ യുഗം വരുമ്പോൾ ആ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഏറ്റവും യോജിച്ച ഭാഷ സംസ്കൃതമായി മാറാനാണ് സാധ്യത എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കുട്ടികളെ, നമ്മുടെ പേരക്കുട്ടികളെ, കുട്ടികൾക്ക് സാധിച്ചില്ലെങ്കിലും പേരക്കുട്ടികളെയെങ്കിലും നമ്മൾ സംസ്കൃതം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ആ ദിനചര്യയിൽ കാലത്തെഴുന്നേൽക്കുമ്പോൾ ആ ഉള്ളം കൈ കണി കണ്ട് ഭൂമിദേവിയെ തൊട്ട് വന്ദിച്ച് ആ കുളി കഴിയുമ്പോൾ നമ്മൾ എന്ത് വേണം? തെക്ക് വശത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം, വേദയജ്ഞം, മാനുഷയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, അതിൽ പിതൃയജ്ഞം നമ്മുടെ എല്ലാ മാതാവിൻ്റെയും പിതാവിൻ്റെയും പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് എന്തു വേണം? ആ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ജലം തർപ്പയാമി നിത്യബലി ചെയ്തുകൊണ്ട് നേരെ കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് സൂര്യായ നമ 9 തവണ ജപിക്കുക, സൂര്യഗായത്രി ജപിക്കാം. ഓം പ്രഭാകരായ വിത്മഹേ ദിവാകരായ ധീമഹി തന്നെ സൂര്യപ്രചോദയാ 9 തവണയോ 18 തവണയോ ജപിക്കാം. ഒരു 9 തവണ മൃത്യുഞ്ജയം, ഒരു 9 തവണ ഗായത്രി, ഇത്രയും ജപിച്ചാൽ നമുക്ക് നമ്മുടെ ബുദ്ധി, തലച്ചോറിലുള്ളതായ മെഡിലയിലുള്ളതായ ന്യൂറോ ട്രാൻസ്മിറ്റുകൾ, നമ്മുടെ ചാർജ് പോയ മൊബൈല് കുത്തിവെക്കുമ്പോൾ ഓരോ ഘട്ടയും കൂടി അതിൻ്റെ പോയിന്റ് കൂടുന്ന പോലെ ആ ഗായത്രി ജപിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ളതായ ന്യൂറോ ട്രാൻസ്മിറ്റുകൾ പവർഫുള്ളായിട്ട് നമുക്ക് സാത്വികമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനവും ശക്തിയും നമുക്കുണ്ടായിത്തീരും. ഈശ്വര ചിന്തയും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ ആ അവസരവും നമുക്കുണ്ടാകും. അപ്പോൾ ഇതേപോലെയുള്ള ആ കർമ്മങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. നമുക്ക് ഈശ്വര ചിന്തയോടുകൂടി ഈ ധന്യമായ മനുഷ്യ ജീവിതം തന്ന ഈ ഭൂമിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനയോടെ കൊണ്ടുവന്ന മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ടും എന്തു വേണം? സകല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഈ മനുഷ്യ ജീവിതം ധന്യമാക്കാൻ നമുക്ക് ഭഗവത്ഗീതയും ഭാഗവതവും സംസ്കൃതവും നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ 84 ലക്ഷം ജീവജാലങ്ങളിൽ വച്ച് ശ്രേഷ്ഠമായി നമുക്ക് ലഭിച്ച ഈ മനുഷ്യജന്മത്തെ ധന്യമാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മുടക്കുഴ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു.